ഹായ് വെൽക്കം ടു പീസ്ഫുൾ പിങ്ക്. ഇന്ന് മാഗി ക്യൂബോ അല്ലെങ്കിൽ അറബിക് മസാലയോ ഒന്നും ചേർക്കാതെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഈസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു 10 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഓണിയൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്, 2 പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ മിൻറ്റ് ലീവ്സ്, ഇതിന് ഡ്രൈഡ് മിൻറ്റ് ലീവ്സാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ അടുത്ത് ഡ്രൈഡ് ഉള്ള കാരണമാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ ഗരം മസാല, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം. ഇത് നല്ലൊരു ഫ്ലേവറാണ്. ഈ 2 ജീരകവും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഗ്രൈൻഡായിട്ട് കിട്ടണം, നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്താ ലാസ്റ്റ് ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് നമ്മൾ അറബിക് റൈസിൽ എപ്പോഴും ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രമേ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിതൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 1/2 കിലോ ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് മീഡിയം സൈസ് ഉള്ള ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗട്ടോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്കായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫ്ലേവേഴ്സും ഈ ഒരു മസാലയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഈ ഒരു ചിക്കനെ മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ 2 വിസിലെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ആ സമയത്ത് നമുക്ക് റൈസിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെല്ല റൈസോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം, ഇപ്പോൾ ആ ഒരു സെയിം കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് വെള്ളം എടുത്തിട്ട് ബാക്കി 1/2 കപ്പ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി ആ ഒരു മിക്സിയിലെടുത്തിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നമ്മളൊന്ന് ആ മിക്സിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിനും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. കാരണം നമ്മൾ റൈസിലേക്ക് നേരിട്ട് പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളെ കുക്കറിൽ വിസിലൊക്കെ പോയി ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നല്ലപോലെ നെയ്യും നമ്മളെ ആ മസാലയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റി വെക്കാം. ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു 1/2 കപ്പോളം ഗ്രേവിയും കൂടെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരി ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് ഇനി വേറെ സ്പൈസസോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ്റെയും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ മസാലയുടെയും ഫ്ലേവേഴ്സ് ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം നല്ലപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയ കാരണം നമ്മൾ ആ ഗ്രേവിയിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്താൽ ചോറ് ഒരുപാട് അങ്ങ് വെന്ത് പോവും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഒരു ഫ്ലേവറിന് ഒരു കുറച്ച് ക്യാപ്സിക്കം പീസാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു വിസിൽ അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അറബിക് റൈസിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് അതിനെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതിലേക്ക് കുറച്ചൊന്ന് ഒലിവ് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതെ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ചിക്കൻ്റെ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിനെ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ഒന്നുകൂടെ ഒന്ന് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു ഗ്രേവി കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഗ്രേവിനെ നല്ലപോലെ ഒന്ന് തിക്കാക്കി എടുക്കാനാണ് ആദ്യം ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് തിക്കാക്കി എടുത്തിട്ട് ചിക്കനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല ഫ്ലേവർ ഒന്നുകൂടി നല്ല ഫ്ലേവറും നല്ലൊരു എന്താ പറയുക നമ്മളൊരു മസാല ഷവായൊക്കെ പോലെ നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് കിട്ടും. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ചിക്കൻ നല്ലപോലെ വെന്തും നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ റൈസിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു സ്പൈസി അറബിക് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.